ഞാൻ എന്നെപ്പോത്തവന്റെ വയലിന്റെ കഥ പറയുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന മഹാനാണല്ലോ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടുകാരനാണ്, മുഗറാലുകാരനാണ്. നിങ്ങളുടെ നാട് കൊണ്ട് അറിയപ്പെട്ട ആളുവാണ്. ഇവിടെ ഇവിടെ മിത്തബയിലെ അടുത്തല്ലേ നമുക്ക് പറ അല്ലേ അല്ലേ വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. ശംസുൽ പദങ്ങൾ ഇരിക്കുന്ന നെല്ലിക്കുതുപ്പാബൂസിന്റെ മജ്‌ലിസിലേക്ക് മഹാനർ ഇങ്ങനെ കടന്നു വരുമ്പോ ശംസുൽ ഇരുന്നിടത്ത് അടിച്ചു പോയിട്ട് അയാളെ കൈപിടിച്ച് സ്വീകരിച്ചുകൊണ്ട് വന്നു. അത്ര വലിയ ആളാ. അപ്പൊ ആ മഹാൻ 50 കൊല്ലം വയത് പറഞ്ഞു അത്ര. അയാൾ ഇങ്ങനെ വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ഭാഗത്ത്, ഞാനിപ്പോ സ്ഥലവും ജാഗ അഡ്രസ് ഒന്നും പറയുന്നില്ല, സമയമില്ല, ഞങ്ങൾ ഇതേ ഭാഗത്ത് കർണാടകയുടെ ഈ ഭാഗത്ത് മഹാനർ ഇങ്ങനെ വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്ന് ആ നാട്ടിൽ അറിയപ്പെട്ട വെറും ഒരു തെമ്മാടിയായ തോന്നിവാസിയായ ഒരു മനുഷ്യൻ, കൈ നിറയെ പൈസ ഉള്ള സമ്പത്തുള്ള ഒരാള്, ചെറിയ ആളൊന്നുമല്ല, ആര് ചൊല്ലെങ്കിലും ബലവെക്കാതെ ആര് വാക്കും കേൾക്കാത്ത തോന്നിവാസിയായ ഒരു മനുഷ്യൻ. ഇയാളെ വയത് കേൾക്കാനിടയായി. ജസ്റ്റ് ഒന്ന് കേട്ട് ദൂരെ നിന്നിട്ട് മാങ്ങന്റെ മരിച്ചുവട്ടിൽ നിന്ന് അല്ലെങ്കിൽ തെങ്ങുതോപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് കേട്ട് ആ മനുഷ്യന്, തോന്നിവാസിയായ തെമ്മാടിയായ ആ മനുഷ്യന് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ തങ്ങളെ വയത് കേട്ടിട്ടാകുമ്പോ ഒന്നും കൂടി കൂടെ വന്ന് കള്ളും കഞ്ചാവല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, പെണ്ണും പിടക്കോയി അല്ലാതെ മനുഷ്യൻ തൊട്ടിട്ടേ ഇല്ല, വേണ്ടാത്രങ്ങളല്ലാതെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള തോന്നിവാസിയായ തെമ്മാടിയായ മനുഷ്യന് ഇയാളെ വയത് കേട്ട് അടുത്തേക്ക് വന്ന് പിന്നെ നിങ്ങൾ ഇരുന്ന പോലെ മജ്‌ലിസിൽ നിന്നിട്ട് വയത് കേൾക്കാൻ തുടങ്ങി. ആ വയത് കേട്ടിട്ട് അയാൾക്ക് മാറ്റമുണ്ടായി, ഈമാൻ വർദ്ധിച്ചു, കണ്ണിൽ നിന്നിട്ട് ധാരധാരയായി വെള്ളം ഒഴുകാൻ തുടങ്ങി. ആയ കാലത്ത് വന്നുപോയ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്തിട്ട് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. വല്ലാണ്ട് ഖേദത്തിലായി നേരെ സ്റ്റേജിന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആരക്കണോ, തൗബ ചൊല്ലി തരണോ, ഇനിങ്ങനെ പോയെങ്കിൽ ആ വേല എനക്കൊന്ന് മാറണോ, എനക്കൊന്ന് ചേഞ്ചാവണോ, ഉസ്താദ് തൗബ ചൊല്ലി തരണമെന്ന് പറഞ്ഞിട്ടാകുമ്പോ മഹാനരായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ തങ്ങളെ പാപവറുകള് അവിടെ നിന്ന് ദുആരുന്നു. ആ ദുആന്റെ ഫലമായി, മഹാനരുടെ വയല് കേട്ടതിന്റെ ഫലമായി സുബ്ഹാനല്ലാഹ് അയാളാകെ മാറി. അയാൾ ഫുള്ള് ചേഞ്ചായി എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ മനുഷ്യൻ മരണപ്പെട്ടു. ആളാരി അടുത്താണെന്ന് പയ്യെ കേട്ടോ, ഞാൻ ചെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, അതാണ് വയല്. ഇപ്പൊ നമ്മളെ വയല് കേട്ടെങ്കിൽ ഈമാൻ കൂടുവോ അല്ലെ ഉള്ള ഈമാനും കുറവോ നടക്കി വരികയുണ്ട്. അള്ളാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. അപ്പൊ ഇതെല്ലാം വെച്ചതും ഈ പരിപാടി കൊണ്ടുള്ള ഉദ്ദേശവും ഈമാൻ കൂട്ടാനാണ്, നമുക്ക് ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയാനാണ്, ആത്മീയമായിട്ട് ഉയരാനാണ്, നമ്മുടെ ചെയ്തികളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ്. അല്ലാതെ ദുന്യവിയായ ലാഭങ്ങളോ നഷ്ടങ്ങളോ തേടിച്ചിട്ടല്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങളാരും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഓരോ ഇരുത്തത്തിനും ഉമ്മമാരെ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, മുസ്ലിമെ കേൾക്കണോ, നിങ്ങൾ ഈ വന്ന് ഇരുത്തമില്ല, ഇതല്ലാഹുവിന്റെ കണ്ണിൽ വലിയ കർമ്മമാണ്, വലിയ ഇബാദത്താണ്. ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദും ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാഹിബും അമിതാജിക്ക് അള്ളാഹു എത്തിക്കട്ടെ, അമിതാക്കവറുകളും ഇവിടെ പറഞ്ഞു, ആൾക്കാർ കുറച്ച് അങ്ങനെ കുറച്ച് ബെർത്ത് കത്ത് ഈ ആൾക്കാർ കുറയണോ കണക്കങ്ങനെ. നാട്ടുകാരെല്ലാം പറഞ്ഞെങ്കിൽ ഇത് കബഡി ടൂർണമെന്റ് വെക്കണം, അല്ലെങ്കിൽ ഫെഡ്ലൈറ്റ് വെച്ച് വെക്കണം, മഹിളാ കബഡി വന്ധ്യാട്ട് വെച്ചെങ്കിൽ മയ്യത്തായാലും വരും പുറത്ത്. എല്ലാരും കൂടണ, കൂടെ ജനജങ്കുളി വേണ, അതെന്നെ വെക്കണം. അല്ലാതെ ഈ ആൾക്കാർ കുറഞ്ഞറിഞ്ഞിട്ട് ഒരു ബേജാറും വിഷമൊന്നും വേണ്ട. ആൾക്കാർ കുറഞ്ഞ അപ്പം മനസ്സിലാക്കണത് നല്ലതാണെന്ന്. കാരണം ഇതിന്റെ മനമറിഞ്ഞവർ, ഇതിന്റെ ഗുണമറിഞ്ഞവർ, ഇതിന്റെ മഹത്വം അറിഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാലോ, മൻ ഹലറ മജ്ലിസൻ യബ്തഈ ഫീഹിൽ ഇൽമ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇരിക്കുന്ന നിങ്ങൾ കേൾക്കണോ, നിങ്ങളെ ഇരുത്തത്തിന്റെ ബലം എന്താണെന്നറിയാ, ഉമ്മമാരെ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, നിങ്ങളെ ഈ ഇരുത്തത്തിന്റെ ഗുണമെന്ത്, മണമെന്ത്, ഇതിന്റെ പവർ എന്താ, ഈ ബന്ധന അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം എന്തോ എന്നറിയാൻ നിങ്ങൾ ഈ ഹദീസ് ആദ്യമായിട്ട് കേൾക്കണോ. കേൾക്കാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി, ഇൽമ പേടിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് എത്തിപ്പോയാൽ, ഇതുപോലെയുള്ള മജ്‌ലിസിൽ അയാളെങ്ങാനും വന്നിരുന്ന വരുമ്പോ വെച്ചതായ നടന്നതായ ഓരോ ചവിട്ടടിക്കും, ഓരോ സ്റ്റെപ്പിനും അല്ലാഹു തആല ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി അയാൾക്ക് കൊടുക്കുന്നതാണ്. വന്ന നടത്തത്തിന് മൊത്തത്തിനല്ല, അയാൾ ഇങ്ങോട്ട് വരാൻ, പൊന്നുമ്മ, പൊന്നുപെങ്ങള്, പൊന്നു മുസ്ലിമ, ഈ മജ്‌ലിസിലേക്ക് വരാൻ, ഇത് ഇൽമിന്റെ മജ്‌ലിസല്ലേ, ഇത് അല്ലാഹുവിന്റെ മജ്‌ലിസല്ലേ, ഇത് മുസ്തഫ നബി തങ്ങളെ വാഴ്ത്തപ്പെടുന്ന മജ്‌ലിസല്ലേ, ഇത് ദുആന്റെ മജ്‌ലിസല്ലേ, ഇത് മഹാന്മാരായ മുഅ്മിനീങ്ങളും കൂടിയ മുബാറക്കായ മജ്‌ലിസല്ലേ. ഇങ്ങനെയുള്ള മജ്‌ലിസിൽ ഇൽമ കേൾക്കണം, ഇൽമ പഠിക്കണം, ഇൽമ അറിയണം, ഇൽമ കേൾക്കണമെന്ന് പേടിച്ച് ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടോ എങ്കിൽ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ലികുല്ലി ഖദമിൻ ഇബാദത്ത് സന.
അയാള് വരുമ്പോ ചവിട്ടിയതായ ഓരോ സ്റ്റെപ്പിനും അല്ലാഹു തആല ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി കൊടുക്കുന്നതാണ്. അപ്പൊ പിന്നെ ആൾ കൂടുക കുറയുവാ? ഇനി ആൾക്കാർ കൂടിയില്ല, എനിക്ക് ബേജാറില്ല. കൂടി നിറച്ചിട്ട് ഞാൻ അവിടെ ഡൊമ്പറാട്ട കളിക്കാനും ഇല്ല, കുറഞ്ഞു നിറച്ചിട്ട് എനിക്ക് ബേജാറും ഇല്ല. ഞാൻ ഇപ്പൊ എന്റെ മാത്രം പറയുന്നതല്ല. ഇനിയിപ്പോ ആൾക്കാർ കൂടി എനിക്ക് പ്രായത്തിൽ കുറിച്ച് ഉദ്ധാക്കാനാന്നില്ലല്ലേ? ആന്നാ ആൾക്കാർ 400 ആൾ 4000 ആൾ കൂടി ചെല്ലിട്ട് എനിക്ക് യാസീനെ നീട്ടാനാ? യാസീനെ ഉള്ളത്തന്നെ ഓതണ്ടേ? ഉള്ള വായന നീട്ടാനാണ്? പൊറോട്ടനെ പിട്ടൊന്നും അല്ലല്ലേ അത്? അങ്ങനൊന്നും അതിലൊന്നും വലിയ പരിഭവങ്ങളൊന്നുമില്ല. ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടിയാൽ മതി. ഞങ്ങളെ ഉപദേശം കൊണ്ട്, ഞങ്ങളെ നന്മ പഠിപ്പിക്കൽ കൊണ്ട്, ഞങ്ങളെ നേതൃത്വം കൊണ്ട്, ഞങ്ങളെ ഇടപെടൽ കൊണ്ട്, ഞങ്ങളെ വയലുകൊണ്ട് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, എന്തെങ്കിലും ഉപകാരം ലഭിച്ചാൽ, അയാളുടെ ജീവിതത്തിൽ അയാൾക്കൊരു ഗുണം ഞങ്ങളെ ഉപദേശം കൊണ്ട് കിട്ടിപ്പോയാൽ, അയാളെങ്ങാനും നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, നിങ്ങൾക്കത് പിന്നെ ലോകത്ത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്കത് ഏറ്റവും വലിയ ലാഭമുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു മരണം വരെ നമുക്കിതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ചൊല്ല്. നിങ്ങൾ നല്ലോണം പാപ്പക്കാരല്ലേ നാട്ടുകാർ? സലാം ചെല്ലുതും മടക്കുന്നത് കേട്ടിട്ടാ? എനിക്ക് ഖബർസ്ഥാനിലേക്ക് സലാമില്ലോ അല്ലേ? ഫസ്റ്റ് കൂറ്റ കേൾക്കുന്നില്ല. അതങ്ങനെ മടക്കാഞ്ഞിട്ടല്ല, ഭയങ്കര സൈലന്റ്, ഒരു മെല്ലെ അവിടെ അൽഹംദുലില്ലാ. നിങ്ങൾ അങ്ങനെ മതി, വേണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾ ഈ സലാത്ത് ആമീൻ ഇതെല്ലാം ചെല്ലുമ്പോൾ നിങ്ങളെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കും പോലെ ചെല്ലുമെങ്കിൽ ഞങ്ങൾക്ക് ഒരു എനർജി കൂടുന്നു. കാരണം ഈ മൈക്കിട്ട് ഇതിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നല്ലോണം ടേഡാന്ന് നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ചില ആൾക്കാരാണ് വിചാരിച്ചത് ഇങ്ങനാക്കി 5 ഇങ്ങനാക്കി 10 എൻ്റെ ചെല്ലുന്ന ഒരാൾ, എൻ്റെ ചെല്ലുന്ന ഒരാൾ, നിങ്ങൾക്ക് എന്തേലും സ്വാമി ഇങ്ങനാക്കി 5 ഇങ്ങനാക്കി 10 ഏടെ കിട്ടിയ ഇന്നോളം കിട്ടിയില്ല, 10 വയലുള്ളത് 16 അല്ലേ? അത് നമുക്ക് കാത്തിട്ടില്ല. അള്ളാഹു തന്നതിൽ വർക്കത്താക്കട്ട്. അല്ലെ വിഷയം ചെല്ലും, മനുഷ്യന്മാർ അങ്ങനെയുള്ള കുറെ ചെല്ലും. പക്ഷെ ഇതിന്റെ ഇതിൽ നിൽക്കുമ്പോ നല്ലോണം ഞാൻ മറ്റേടാന്ന്, അല്ലാണ്ട് 2 മണിക്കൂറും ഉണ്ടണ്ടേ? ഞാൻ ഇപ്പൊ നമ്മളെ ഈ പ്രയാസം പറയുന്നതല്ല. അപ്പൊ ആ പ്രയാസങ്ങളും ആ ബുദ്ധിമുട്ടും ആ ക്ഷീണവും ഞങ്ങളെല്ലാം മറക്കുന്നത് നിങ്ങൾ ഈ ആമീന് കേൾക്കുമ്പോ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കേൾക്കുമ്പോ. അല്ലെങ്കിലും മജ്ലിസിൽ സ്വലാത്ത് ഒരു അലങ്കാരമാണ്. മജ്ലിസിലുള്ള സ്വലാത്ത് ആ മജ്ലിസിന്റെ ആഭരണമാണ്. മജ്ലിസിൽ പറയപ്പെടുന്ന സ്വലാത്ത് ആ മജ്ലിസിന് സുഗന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത മജ്ലിസാണെങ്കിൽ, എന്റെ പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന മജ്ലിസാണെങ്കിൽ ആ മജ്ലിസ് നാറ്റമുള്ള മജ്ലിസാണ്, ദുർഗന്ധമുള്ള മജ്ലിസാണ്. സത്യം പറയട്ടെ, ഈ മജ്ലിസ് അങ്ങനെ ആവാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എപ്പോഴും ചെല്ലേണ്ടതാണല്ലോ സലാത്ത്. സമയമില്ലാതെ, സന്ദർഭം നോക്കാതെ, വണ്ണ വലിപ്പം നോക്കാതെ, എണ്ണവും കണക്കും നോക്കാതെ എപ്പോഴും ഒരാണ് പെണ്ണായിട്ടുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടവരേ ഒരാമല്. സമയം നോക്കണ്ട, സന്ദർഭം നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഇഖ്ലാസ് പോലും നോക്കേണ്ടതില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് നോക്കാതെ ഞാനും നിങ്ങളെ വർദ്ധിപ്പിക്കേണ്ടവരേ ഒരാമല്, ചൊല്ലേണ്ട ചെയ്യേണ്ടവരേ ഒരാമല് സ്വലാത്തു റസൂലില്ലാഹ്. ഒക്കെ ചൊല്ലേ സ്വലാത്തു റസൂലില്ലാഹ്. അതിന് പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, അതിന് എണ്ണങ്ങൾ പറഞ്ഞിട്ടില്ല. പല ഇമാമിങ്ങളും പല അഭിപ്രായം പറഞ്ഞു. സലാത്ത് ചെല്ലൽ നിർബന്ധമാണ്, നിർബന്ധമായതിന് എണ്ണം പറഞ്ഞു. എത്ര ചൊല്ലണം? ഞമ്മൻ വിധങ്ങളെ മേലെ എത്ര ചെല്ലിയെങ്കിലാണ് സലാത്തു ചൊല്ലി എന്ന കടമ വീടുക? മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായത്തിൽ ദിവസത്തിൽ 5 തവണ ചുരുങ്ങിയത് ചൊല്ലണം എന്നതാണ്. അതാണ് നിസ്കാരത്തിൽ. ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം ദിവസത്തിൽ 300 സലാത്ത് ചൊല്ലണോ, അപ്പോഴേ സലാത്ത് ചൊല്ലി എന്ന മുഅ്മിനാവുകയുള്ളൂ. ഞമ്മ 300 പോയിട്ട് 5 നേരം നിസ്കാരത്തിൽ 5 വട്ടം ചെല്ലാനില്ലെന്നോ കോണിപ്പോ. നിസ്കാരത്തിന് വന്നോലല്ലേ 5 വട്ടം ചെല്ലേണ്ടി വരുന്നത്. നിസ്കാരത്തിന് വന്നില്ലെങ്കിൽ അവന് ഡെയിലി 5 സലാത്ത് പോലും ഇല്ലാന്നല്ലേ? പിന്നെ ഞങ്ങൾക്ക് മുസ്ലിം ഈ ഉമ്മത്തിന്റെ മേലെ, ഞങ്ങളെ മേലെ, നിങ്ങളെ മേലെ അല്ലാഹു തആല കഡായമാക്കി പറഞ്ഞ കട്ടാജ്ഞയാണ് സലാത്ത്. അല്ലാതെ സലാത്ത് എന്ന് പറയുമ്പോ കുല്ലു അമലി ബിനി ആദമ ഇമ്മാ മഖ്ബൂല വ ഇമ്മാ മർദൂദ. മനുഷ്യന്മാർ ചെയ്യുന്ന ഏതൊരു അമലും, ഞാനും നിങ്ങളും ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും, വയലാവട്ടെ, വയല് പറയലാവട്ടെ, ഇരുന്നിട്ട് കേൾക്കലാവട്ടെ, സദഖ കൊടുക്കലാവട്ടെ, സക്കാത്ത് കൊടുക്കലാവട്ടെ, ഹജ്ജ് ചെയ്യലാവട്ടെ, നിസ്കരിക്കലാവട്ടെ, ഏത് അമലുകളാണെങ്കിലും അതിന്റെ ഷർത്ത് ഫോർമുല പോലെ ഒത്തില്ലെങ്കിൽ, അതിന്റെ വിധിവിധാനങ്ങൾ ശരിയായില്ലെങ്കിൽ അത് തള്ളപ്പെടുന്ന അമലാണ്. അതിന് കബൂലിയത്തില്ല, അതിന് പ്രതിഫലമില്ല. ഇല്ല സ്വലാത്തു അലൻ നബി. ഏത് അമലുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, രൂപഭാവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതോടൊപ്പം ഇഖ്ലാസും നിർബന്ധമാണ്. നിസ്കാരം അങ്ങനെ
എങ്ങനെങ്കിലും തലകുത്തി മറിഞ്ഞങ്ങ് നിസ്കാരാന്നില്ല, എങ്ങനെങ്കിലും പട്ടിണി കിടന്നങ്ങ് നോമ്പാന്നില്ല. ആന്നാ അങ്ങനെങ്കിൽ ആ ചങ്ങായി നോക്കിയത് അങ്ങനത്തെ നോമ്പാണോ? ആരി ജന്തർ മന്തറിലോ ചങ്ങായി നോക്കിയിട്ടില്ല പണ്ട്? ഗ്യാസിന്റെ അണ്ടൊക്കെ 400 എലീറ്റ് ഇവിടെ 900 ഓനിപ്പ് പിരിഞ്ഞിട്ടേ ഇല്ല. നമ്മളെ അണ്ണാസാരെ അമല്ലേ ഇനി ഈ കൊലത്തിലാക്കി 450 ഉണ്ടായിരുന്നു. അവന് പേടിയായി ഏറി ഇപ്പോൾ ആ ചങ്ങായി ഇരിക്കട്ടെ, എന്നെ നാളെ അതൊരു വിഷയണ്ട. അവന് ഉപവാസ സത്യാഗ്രഹം ആക്കിനവിടെ പട്ടിണി കിടന്നു. പക്ഷെ നോമ്പാവോ? ഇസ്ലാമിന്റെ നോമ്പ് അങ്ങനല്ലല്ലോ, ഞങ്ങളുടെ നോമ്പ് അങ്ങനെയല്ല. സത്യം പറഞ്ഞ ഡോക്ടർമാർ മുഴുവനും, സയന്റിസ്റ്റുമാർ മുഴുവനും, ശാസ്ത്രജ്ഞന്മാർ മുഴുവനും എല്ലാവരും ഒത്തൊരുമിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്. ഇസ്ലാമിന് പറയപ്പെട്ട നോമ്പ് ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗം വരില്ല. ഇസ്ലാമിന് പറയപ്പെട്ട നോമ്പ് ഒരാൾ നോക്കുന്നെങ്കിൽ അയാൾക്ക് മരിക്കോളം രോഗം വരാല. കാരണം അയാൾക്ക് അനാവശ്യം നോക്കരുത് നോമ്പില്, അനാവശ്യം കാണരുത് നോമ്പില്, അനാവശ്യം മിണ്ടരുത് നോമ്പില്. അന്നപാനങ്ങൾ ഉപേക്ഷിക്കല് മാത്രമല്ലല്ലോ നോമ്പ്. ചോറും ചാറും പീക്കാണ്ടിരിക്കല നോമ്പ് അല്ല, ചോറും ചാറും പീക്കാണ്ടിരിക്കണോ? അതോടൊപ്പം നിന്റെ കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം നീ നിയന്ത്രിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ നാവിനെയും നിന്റെ കണ്ണുകളെയും നിന്റെ സംസാരങ്ങളെയും നീ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ പട്ടിണി കിടന്നിട്ട് പള്ള കാലിയാക്കിയിട്ട് കാര്യമില്ല. അത് നോമ്പല്ല. നിന്റെ നാവിനെ നിയന്ത്രിക്കണോ, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കണോ. ഞാൻ ഇപ്പൊ നോമ്പായെങ്കിൽ കണ്ണിനെയും കാതിനെ നിയന്ത്രിക്കുന്നത് ഉള്ളനെ കാട്ടി ഏറെ തുറക്കുന്ന കണ്ണ് അല്ലേ? 4 MB ബാക്കിയുണ്ടോ തീർത്തറാന്ന് നോമ്പ് തുറക്കാനായിട്ടും കൂടി അത്ര നേരം ഉറങ്ങിയോ? വിളിക്കുമ്പോ എത്ര ഇല്ല, എന്റെ ഒരു 10 മിനിറ്റ് ഉണ്ട്, പിന്നെ വിളിക്കുന്നു. ഉറക്കം മതിയായിട്ടില്ല പനി. ഉറങ്ങണ്ടെന്നല്ല, പക്ഷെ ഉറങ്ങാൻ തന്നെയായിട്ട് നോമ്പോക്കുന്നത് പിന്നെ റമദാനെന്ത്? നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്തന്നെ. ഞങ്ങൾക്ക് അനാവശ്യമേ ഉള്ളൂ. ഇല്ല, നോമ്പല് ചെയ്യേണ്ടത് ഖുർആൻ പാരായണമാണ്, നോമ്പല് വർദ്ധിപ്പിക്കേണ്ടത് ദിക്ർ സ്വലാത്തുകളാണ്, ദാനധർമ്മങ്ങളാണ്, അല്ലാഹുവിനോട് മനമുരുകിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ധാരാളം ദിക്റുകളാണ്. ദിക്റുകളുള്ള കാലത്തോളം ഞങ്ങൾക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ നേരിടേണ്ടി വരേല. അല്ലാഹുവിന്റെ എത്ര വല്ല ധൈര്യത്തിന്റെ വാക്ക്, എത്ര വല്ല സമാധാനത്തിന്റെ വാക്ക്. ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം മേലായ റബ്ബ് തന്ന ഏറ്റവും വല്ല സമാധാനത്തിന്റെ വാക്ക്, വല്ല ധൈര്യത്തിന്റെ വാക്ക്. അതായത് അല്ലാഹു പറഞ്ഞെന്തറിയോ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ മറക്കണ്ട, എന്റെ ദിക്ർ ചൊല്ലിക്കോളൂ, എന്നെ ഓർമ്മിച്ചോളൂ. എന്നാൽ അത് കുറുക്കും ഞാൻ നിങ്ങളെ കൈവിടല, ഞാൻ നിങ്ങളെ മറക്കല, ഞാൻ നിങ്ങളെ പാതി വഴിക്കാക്കല, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കല, ബേജാറാവാൻ വിടല. നിങ്ങൾ എന്നെ ഓർമ്മിച്ചോളണോ, നിങ്ങൾ എന്റെ ദിക്റുള്ളവരാവണോ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലൈൻ ശകറതും, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാണെങ്കിൽ, ഞാൻ തന്ന നിയമത്തിന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ, എനിക്ക് വഴിപ്പെടുന്നവരാണെങ്കിൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ഒരിത്തിരി പോലും കുറക്കല. നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം, ശുക്റുള്ളവരാകണം. എന്നാൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ജാസ്തിയാക്കി തരാ. ഞങ്ങളെ ഭാര്യ ശുക്റുള്ള ഞങ്ങളുടെ കച്ചവട കാര്യം എന്ത് കച്ചവടം ഇങ്ങനെ പോയി എല്ലാം പോയി അട്ടിക്ക് ഞങ്ങളുടെ ഷുഗർ പ്രഷർ അല്ല എന്ത് ചെല്ലുന്ന കൊണ്ടില്ല, ഗുളി ഓടിക്കുന്നത് ഞാൻ പോന്നു ഇല്ലേ, പോയി 340 250 350. അവിടെ അൽഹംദുലില്ലാ. ഞങ്ങളുടെ കച്ചവടം കാര്യം അൽഹംദുലില്ലാ, ഞങ്ങളുടെ മക്കളും കാര്യം അൽഹംദുലില്ലാ, ഞങ്ങളുടെ തടിക്കല്ലോ അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലയാണ് സത്യത്തിൽ ഏറ്റവും വലിയ ശുക്ർ. അതറിയെങ്കിൽ അത് നമ്മുടെ വായിൽ വരുന്ന കാലത്തോളം പടച്ചോ നമുക്കൊന്നും കുറക്കല. അൽഹംദുലില്ലാ എന്നത് ഞങ്ങൾക്ക് റബ്ബ് തന്ന ഓരോ നിഅമത്തും സ്ഥിരമായി സ്ഥായിയായി വർധനവോടെ സന്തോഷത്തോടെ ജാസ്തിയോടെ നിലനിൽക്കണമെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞോളൂ. ഞങ്ങളെ ആരോഗ്യം മുന്നത്തിനേക്കാളേറെ നിലനിൽക്കണോ, ഞങ്ങളെ മക്കള് മുന്നത്തിനേക്കാളേറെ നന്നാവണോ, ഞങ്ങൾക്ക് മുന്നത്തിനേക്കാളേറെ ഇബാദത്തിന് ആവേശം കൂടണോ, ഞങ്ങൾക്ക് മുന്നത്തിനേക്കാളേറെ കച്ചവടം കാർബാറും ലാഭവും കിട്ടണോ. എന്നാൽ ഞങ്ങളുടെ വായിലെപ്പോഴും പറയേണ്ടത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഖൈറുദ്ദുആഇ അൽഹംദുലില്ലാ, ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ഏറ്റവും വലിയ വാക്കാണ് അൽഹംദുലില്ലാ. നമുക്കില്ലാത്തതോ തന്നെ
ഇനി എത്ര ഉണ്ടെങ്കോ ഇങ്ങനെ പോന്നു വട്ടാര ഓൻ ചെന്നാ കട്ടറിൽ ജാലിക്കൊണ്ടുള്ളൂ. അൽഹംദുലില്ലാ. ഇത് പറയാനിപ്പോ എന്ത്? ഈ അടുത്ത കാലത്ത് നമ്മളിടയിൽ നിന്ന് ജീവിച്ച കാലം അത്രയും ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ പറഞ്ഞ് മരണപ്പെട്ടു പോയവരാണ് ബഹുമാനപ്പെട്ട വലിയുള്ള അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനരായ നേതാവായിരുന്നു, വലിയ സൂഫിയായിരുന്നു. ആരോട് എപ്പോ എന്തുമുണ്ടെന്നെങ്കിലും അൽഹംദുലില്ലാ. ആ മഹാന്റെ അത്ര ആ കാലത്ത് അൽഹംദുലില്ലാ ജില്ലോറ് വേറെ ആരും ഉണ്ടാവേല. ക്യാൻസർ രോഗിയായിരുന്നു പയ്യ മരിക്കുന്ന സമയത്ത്. എന്നിട്ട് പോലും അൽഹംദുലില്ലാ. നമുക്കല്ല എന്ത് കുറച്ചിനെ, നമുക്ക് തന്തന്റെ ബല അറിയണമെങ്കിൽ ഇല്ലാത്തവർക്ക് നോക്കണോ? നമുക്ക് ഉള്ളപ്പൊന്നിന്റെ ബല അറിയുന്നില്ല. നമുക്ക് കിട്ടിയത് എന്ത് എത്ര അതിന്റെ ബല അറിയണമെങ്കിൽ, അതിന്റെ ഗുണവും മണവും അറിയണമെങ്കിൽ ഇല്ലാത്തവന് നോക്കണോ? അപ്പൊ തിരിയും. പണ്ടൊരാൾ വന്നിട്ട് ഒരു മഹാനോട് പറഞ്ഞോലോ, ദ്വാരക്കണോ പരയില് കിടാക്ക കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, വലിയൊരു പര ഒരു സൗകര്യം റാഹത്തൊന്നും ഇല്ല, അപ്പൊ നിങ്ങൾ ഒന്ന് ദ്വാരക്കണോ? ഓക്കെ, ഇപ്പൊ എന്തായി? പൊരല് ജാഗ മതിയാന്നില്ല, റാഹത്തിന് വേണ്ടി ദ്വാരക്കണോ? ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്ക. നിന്റെ പരല് എന്റെ അല്ലേ ഉള്ളോ? എന്റെ പരലിന്റെ ഓളും 2 കിടാക്കളും ആയാ, പിന്നെ ഒരു ആടും 4 കോഴിയും എല്ലാം ഉണ്ട്. ഓക്കെ, നീ പോ, ഞാൻ ദ്വാരക്ക. നീ ഒരു വിഷയാക്ക്. ഇന്ന് പിന്നെ ആട്ടിന്റെ കുട്ടീനെ പരലിന്റെ ഉള്ളിലേക്ക് എടുത്തിക്കോ, കെട്ടിയിട്ടിട്ട്. പിന്നെ ആ മഹാൻ പറഞ്ഞാൽ പിന്നെ അത് നീ എന്തേ അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയാ. കാരണം അത്ര വലിയ ആളെയാ, കാര്യമായ ആള്. നമ്മളെ പോലത്തെ ആട്ടുപോട്ടൊന്നുമല്ല. പറഞ്ഞ പോലെ ഇയാൾ പോയിട്ടാകുമ്പോ അവർക്കെത്തി. അന്ന് രാത്രി എല്ലാവരും വെയിച്ച് കിടന്നുറങ്ങി, ഉള്ള ജാഗരം ഒപ്പിച്ചിട്ട് വിരിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഓളോട് പറഞ്ഞ് ആട്ടിനെ കിടാനും ഉള്ളിൽ കിടത്താൻ ചെലീന് ആട്ടിനോട് കെട്ടാൻ കെട്ടി. ഒരാഴ്ച അങ്ങനെ ഒപ്പിച്ചിട്ട് പോയി. ഇത് ഉള്ളിൽ എന്നെ പിട്ടിടാനും തുടങ്ങി, എണിച്ചിട്ട് കുരക്കാനും തുടങ്ങി. ജാവ് 2 മണിയൊന്നുമില്ല, 3 മണിയൊന്നുമില്ല. ആട്ടിനെന്ത് ജാവ് എന്ത് പോള്, ഭയങ്കര പ്രയാസമായി. ഇയാളെന്താക്കി അറിഞ്ഞ പിറ്റേതാഴ്ച 8-ാം താരീഖിന് പിന്നെയും പോയി. 8-ാം താരീഖിന് കിതാബിലില്ല, നിങ്ങൾക്ക് തിരിയും വേണ്ടി ഞാൻ അങ്ങനെ ചെല്ലിയ. ഞാൻ തിരിയുന്നെങ്കിൽ അത്രയും ഷോർട്ടായല്ലോ സമയം. 8-ാം താരീഖിന് പിന്നെയും പോയി. ഞങ്ങൾ ദ്വാരക്കണോ? അൽഹംദുലില്ലാ ദ്വാരക്ക. പരനുള്ളിൽ സൗകര്യമൊന്നും ഇല്ല, വേണ്ടി വരുന്നോ ആന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്ക. വേറെ എന്തെല്ലാം ഉണ്ട് എന്റെ പേരില്? എന്തായാലും ഇപ്പൊ ഉള്ള കിടാക്കളും ഓളും ആടും. നീ ആ കോയിനെ ഉള്ളിൽ തന്നെ കെട്ട്. ഒരു പൂവൻ കോയി, ഒരു പെടക്കോയി ഇല്ലേ? പെടക്കോയി എങ്ങനത്തെ പറയാ? പെടക്കോയി, പെണ്ണു കോയിക്ക് പെട്ടക്കോയി, ഒരു പൂവൻ കോയി, ഇതിനെ ഉള്ളിൽ തന്നെ കെട്ട്. ഇയാൾ പരനുള്ളിൽ ജാഗ മതിയാതില്ല, ദ്വാരപ്പിക്കാൻ പോയില്ലേ? 2 കിടാക്കുക ഇണക്കുവോ കൂടെ കാൽ നീട്ടിട്ട് ഉറങ്ങാനാതില്ല, ചെറിയിട്ട് ദ്വാരപ്പിക്കാൻ പോയിനെ. ദ്വാരെന്നെങ്കിൽ അല്ലാഹ് എളുപ്പാക്കുമല്ലോ. അത് ചില മഹാന്മാര് ദുആ അങ്ങനല്ലേ, ചെറിയ ദുആ അല്ലല്ലോ. അപ്പോ ഇയാള് പോയിട്ട് എത്തിയിട്ട് അന്ന് രാത്രി വെച്ചിട്ട് നോക്കുമ്പോ എപ്പോഴത്തെ പോലെ തന്നെ കിടാക്കളും കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ കിടത്തി. ആട്ടിനെയും അവിടെ മുന്നിൽ കെട്ടീന്. ഓളോട് പറഞ്ഞാൽ ആ കോയിന്റെ ഉള്ളിലോട് കെട്ടാല്. അതിനകത്ത് ഒരു ബട്ടിയിലോട് ഒരു മുന്നിൽ വെച്ച് എങ്ങനെ ഒപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. കിതാബിലുള്ള ചരിത്രമാണ്. ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് ഡിങ്കന്റെ കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുറാണല്ല. നമുക്ക് എന്ത് കിട്ടിയതും മതിയാകുന്നില്ല. ഇല്ല ഇതല്ലാതെ നമ്മുടെ വായിലില്ല. ഇല്ല. സത്യത്തിൽ ഉള്ളതിന്റെ വില അറിയണമെങ്കിൽ, മണമറിയണമെങ്കിൽ, അതിന്റെ ഗുണമറിയണമെങ്കിൽ ഇല്ലാത്തവരിലേക്ക് നോക്കണോ, താഴ്ന്നവരിലേക്ക് നോക്കണോ, അക്കരക്ക് നോക്കണോ. അപ്പോഴാണ് മേലായ റബ്ബ് നമുക്ക് തന്ന നിയമത്തിന്റെ ഗുണമറിയുക, മണമറിയുക, മാറ്റമറിയുക. ഇയാൾ എന്ത് ചെയ്തറിയോ? 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം കോയിനെയും ഉള്ളിൽ കെട്ടി. എങ്ങനെയും കിടാവ് ദൂരിക്കൊണ്ടുണ്ടായി, പമ്പർ സെറ്റ് കടത്തിക്കൊണ്ടേ. ഇപ്പൊ ആട് വിട്ടിടാനും തുടങ്ങി. ഇനിയിപ്പൊ അതിനെങ്ങനെ പമ്പർ സെറ്റുന്നത്? ഇപ്പതാ ഈ ആഴ്ച മുതൽ കോയോ ആടിനെ സഹിച്ചിറാങ്ങി, കോയിനെ ഇയാളാകെ ബേജാറായി. ഇയാൾ പോയിട്ട് ചെല്ലി പിന്നെയും പോയി ഈ മഹാന്റെ അടുക്കല്. കാരണം എല്ലാവരും പോകുന്നവിടെ, എല്ലാവരും പോയിട്ട് ആശ്വാസം കണ്ടെത്തുന്ന ജാഗ ദുആ കിജാബത്തുള്ള സാലിഹായ മനുഷ്യൻ. ഇയാൾ അവിടെ പോയി എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ അസ്സലാമു അലൈക്കും, ഇസ്ലാം ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. അല്ല പരന്റെ ഉള്ളിൽ എന്തോ ജാഗ സൗകര്യം എന്തോ ആന്നില്ല. സുഭിഷ്ടമായി ഭക്ഷിച്ചയാളാണ്, കൊട്ടാരത്തിൽ ജീവിച്ചയാളാണ്, എല്ലാം കൊണ്ടും അധികാരത്തിന്റെ മുമ്പിൽ ജീവിച്ചയാളാണ്. അങ്ങനെയുള്ള മനുഷ്യന് സുബ്ഹാനല്ലാഹ് ഒരവസരം അല്ലാഹുവിന്റെ ഓർമ്മ വന്നപ്പോ, അല്ലാഹുവിന്റെ ചിന്ത വന്നപ്പോ, അല്ലാഹുവിലേക്കൊന്ന് കൈനീട്ടിയപ്പോ അയാളാകെ മാറി. തറത്തുൽ ഖൽഖ തുറം ഫീലക വായിതംതുൽ യാലലികൈ അറാക. ഭാര്യ മക്കളായും പരിവാരങ്ങളായും അധികാരങ്ങളായും എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ വഴിയിൽ അങ്ങനെ നടക്കുകയാണ്, അങ്ങനെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പോയി കുന്നുകളും മലകളും താണ്ടി, കാടുകളും മേടുകളും വിജന പ്രദേശങ്ങളും താണ്ടി അല്ലാഹ് എന്ന ഒറ്റ ചിന്തയിൽ മാത്രം ജീവിച്ച മനുഷ്യനാണ്. ഒരാളെ ആശ്രയിക്കാതെ, ഒരാളെ കൂട്ടാതെ ഭാര്യ മക്കളെ പോലും ഉപേക്ഷിച്ചോ പോകുന്ന നേരത്തെ മക്കളെ കാല് പിടിച്ച് കരഞ്ഞു.
ഭാര്യയും കരഞ്ഞു. അവരെല്ലാം സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാട് ചുറ്റാനാ, നാട് നോക്കാനാ, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നല്ലത് അനുഭവിക്കാനാ പോന്നെയല്ല. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ ഒരിക്കലും പട്ടിണിയാവേല, നിങ്ങൾ ബേജാറാവേല. പക്ഷേ ഏത് സമയത്ത് നിങ്ങൾ ജീവിക്കുന്നെങ്കിലും അല്ലാഹനെ മറന്നിരണ്ട. അങ്ങനെയുള്ള ഇബ്രാഹിം അദ്ദേഹം പോയി. വർഷങ്ങൾ കുറെ കഴിഞ്ഞ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത്, മഖാം ഇബ്രാഹിമിന്റെ അടുത്ത്, പരിശുദ്ധമായ ഹറമിൽ വെച്ചിട്ട് തന്റെ മകൻ യാദർശികമായി കണ്ടുമുട്ടുകയാണ്. അവിചാരിതമായി, ആകസ്മികമായി, തേടിക്കൊണ്ട് പോയിട്ട് കണ്ടതല്ല. അവിടെ പോയിട്ട് അമ്മ കണ്ടുപോയി ബാപ്പാനെ. മനസ്സിൽ വലിയ ആസുണ്ടായിന്, ബാപ്പാനെ കാണണോ. അന്ന് പോകുമ്പോ ചെറിയ കിടാക്, ഈ കിടാക്. ഇന്ന് കിടാന് 10-18 വയസ്സ് കഴിഞ്ഞു. ആ ബാപ്പാനെ കണ്ട് മാഷാ അല്ലാഹ് പരിചയപ്പെടുത്തി. ആരെന്ന് കേട്ടു, നീ ആര് മോനെ? പറഞ്ഞു, ഞാൻ നിങ്ങളെ മോനാണ്. ബാപ്പാക്ക് പരിചയം കിട്ടി, സന്തോഷായി. ഉടനെ ബാപ്പ ചോദിച്ച ചോദ്യം പറഞ്ഞ, എങ്ങനെ പുരക്ക് കറണ്ടെല്ലാം കിട്ടി? നാല പണ്ടത്തെ പോലെ ഉണ്ടാ? AC ഇതെല്ലാം ഉണ്ടാ? അല്ല മുന്നത്തെ പോലെ നല്ല കേട്ടെ. എങ്ങനെയുമ്മ നീ ഖുർആനെല്ലാം ഓതുന്ന? നിസ്കാരവും നിലപാടെല്ലാം ഉണ്ടാ? 18 കൊല്ലം കഴിഞ്ഞിട്ടും 8-9 വർഷം കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബാപ്പ തന്റെ മകന് യാദർശികമായി കണ്ടുമുട്ടിയപ്പോ മകനോട് കേട്ട ചോദ്യം, മോനെ നീ അള്ളാന്റെ വഴിയിൽ തന്നെ ഉണ്ടാ? നീ ഈമാൻ ഇസ്ലാമിൽ തന്നെ ഉണ്ടാ? നിസ്കാരം നിലപാടുണ്ടാ? ഓത്തും ബൈത്തും ഖുർആൻ പാരായണവുമുണ്ടാ എന്ന ചോദ്യം ചോദിച്ചപ്പോ പൊന്നാരമോന് പറഞ്ഞു, ഉപ്പാ അതെല്ലാം റെഡിയാണ്. ഞാൻ ഖുർആൻ മനഃപ്പാഠമുള്ളയാളാണ്, പാരായണം ചെയ്യുന്നവനാണ്. ഇതൊക്കെയും കേട്ടപ്പോ നിറകണ്ണുകളോടെ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. രാജാവായിരുന്ന മഹാന് കീറി പറഞ്ഞ വസ്ത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഉടുതുണിക്ക് മറുതുണിയില്ല. ഈ ബാപ്പാന് തിരിച്ചു കൊണ്ടോടുന്നു മോന് വലിയ ആസ. ബാപ്പ എന്റെ കൂടെ വരണോന്ന് പറഞ്ഞിട്ടാകുമ്പോ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, ഇല്ല മോനെ, ഞാനില്ല, ഞാൻ എന്നെ വയ്ക്കപ്പെട്ട് നിങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞോളി, അള്ളാന്റെ ഈമാനിലായി കഴിഞ്ഞോളൂ, അള്ളാന്റെ ദിക്റിലായി ബോധത്തിലായി കഴിഞ്ഞോളൂ. ഞാൻ എന്റെ വയ്ക്കപ്പെട്ട് ഞാൻ എങ്ങോട്ടില്ല, എന്നെ വിളിക്കണ്ട. പൊമം കേട്ട് ബാപ്പ ഇനി നിങ്ങൾ എവിടെ കാണൂ? ബാപ്പ പറഞ്ഞ മറുപടി പറഞ്ഞ, ഇനി കാണണമെങ്കിൽ എന്നെ നാളെ ഒരു വേള സിറാത്ത് പാലത്തിന്റെ ഇട കാണും, അല്ലെങ്കിൽ നന്മ തിന്മകള് തൂക്കുന്ന തുലാസിന്റെ ഇട, നന്മ 7 കിതാബുകളെല്ലാം കൊടുക്കുന്ന ജാഗല് എന്നെ കാണും, അല്ലെങ്കിൽ ഹൗദുൽ കൗസറിന്റെ ഇട കാണും. ഇനി ഏടെയും കണ്ടില്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടിലേക്കൊന്ന് എത്തി നോക്കിയത് ആടെ ഞാൻ ഈ ബന്ധിട്ട് കരിയുന്നുണ്ടാവും. എൻ്റെ വേറെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലൊന്നും എന്റെ കയ്യിലില്ല കുഞ്ഞ്. അപ്പൊ എന്നെ അവിടെ കാണും. അപവാണോറപ്പോൾ മകനിൽ ജവാബ് ഹരുമക്കാനിയെ നാം കാണും തീയാമെന്നാളെ. ഇല്ലേ പാട്ട് അല്ലെ? ഇബ്രാഹിം തങ്ങളെ മാല വയസ്സന്മാർക്ക് അറിയും, ഇപ്പത്തോർക്കറിയാല, വയസ്സന്മാർക്ക് അറിയും. ഇപ്പത്തോർക്ക് ഒരേ മാല കൗത്തിൻ്റെ 1.25 ലക്ഷം 40,000 ഒരേ മാല. വേറെന്ത് മാല? ഇരിക്കട്ടെ. ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ആടൊക്കെ ഒരാൾ വന്നു. ആടൊക്കെ ഒരാൾ, ഞാനിത് ഭയങ്കര സ്പീഡിൽ പോകുന്നെന്ന് പറഞ്ഞ ടൈം ആയി, ഇങ്ങനെ പറഞ്ഞ ടൈം ആയിക്കൊണ്ട് വന്നു. എൻ്റെ ജില്ല അങ്ങനെ ഒരു 9:45, 9:50 വാക്ക് തുടങ്ങണോ, 10 കാലാകുമ്പോൾ ആമീൻ റഹ്മത്തിക്ക് ചെല്ലിട്ട് നിർത്തിക്കൊള്ളൂ. അപ്പൊ ആ കണക്കിന് ടൈമായി. എന്നാലും കുറച്ചെല്ലാം പ്രാവാ, ഗഡബിടിയൊന്നും ഇല്ല. ഞാനങ്ങനെ സ്വിച്ചിട്ട് ഫലിപ്പിക്കുന്നുമില്ല. പിന്നെ തുടക്കാൻ പോയത് മതി. പിന്നൊന്നും ഇനി കുറെ നീട്ടിട്ട് പഠിച്ചാലാക്കിയും വേണ്ട. പിന്നെ എന്തോ ആട്ട് നിങ്ങളെ ഈ തീർമാനം ഉണ്ടല്ലേ, ബേൻ തുടങ്ങിയിട്ട് ബേ നിർത്തണേ എന്ന തീർമാനം, അത് നിങ്ങൾ ആ ദിട്ട നിർദ്ധാര ഞാൻ അതിനെ അഭിനന്ദിക്കും. ആൾക്കാർ കൂടാതിരിക്കട്ടെ, അത് വിഷയമല്ല. പിന്നെ ഒന്നും നിങ്ങൾ ഓർമ്മ കാത്ത നിങ്ങൾ സ്വഭാവം കാട്ടേണ്ടി വരും. നാട്ടുകാരൻ കണ്ടറിഞ്ഞ ഓർ തുടങ്ങിയ പിന്നെ പോവാൻ ഓർ ബെർത്ത് വന്ന പിന്നെ തുടങ്ങാണ് നിങ്ങൾ. ഈന്റെ ഇടയിൽ എന്താക്കട്ടെ ഞാനും ഏകത് 35 ആള് അല്ല, സ്വാഭാവികമായിട്ട് പിന്നെ വരാറൊന്നുമില്ല. അപ്പൊ അതിനൊന്നും കാക്കാൻ നിൽക്കണ്ട. 4 ആൾ മതി. പിന്നെ വരുന്ന ആള്, പിന്നെ എല്ലാവരും വരാൻ. ഇത് ഡേ നൈറ്റ് മാച്ച് അല്ല, വന്നോർ മതി. ഇൽമിന്റെ മജ്‌ലിസ് സംഘടന നിങ്ങൾ ഈ ബേൻ തുടങ്ങിയിട്ട് ബേൻ തീർക്കുക എന്ന ആ തീർമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലെങ്കിലും ആ പഴയ കുറെ ഈനെല്ലാം എന്താക്കണം, ഡിലീറ്റ് ആക്കണം സ്റ്റൈലിന്. അല്ലോ സാർ, പുതിയത് എന്തെല്ലാം സെറ്റിംഗ് ഇൻസ്റ്റാൾ ആക്കണം ഇയല്ലേ കേട്ടെങ്കിലേ ആഗ്രഹം തന്നെയാണ്. അതിനാണ് ഉസ്താദ്. നിങ്ങളെ കാട്ടിയാറാണ് കോറി. ഞങ്ങളുടെ നാടിന്റെ സംഘടനാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അള്ളാഹു ആ കഴിവിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, ചെറിയ സുഹൃത്തല്ല, എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. ഞങ്ങളുടെ നാട്ടിലെ കോളേജിൽ എല്ലാത്തിലും പ്രഥമ റാങ്കുകാരനുമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു ഇസ്സത്തും ബർക്കത്തും നൽകട്ടെ. ഞങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ എല്ലാവർക്കും, നമുക്ക് അയാളെ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് പേരെടുത്തെന്ന് മാത്രം. ബാക്കിയുള്ള ഉസ്താദുമാരൊന്നും ബേജാറായിട്ടുണ്ട്. നമുക്ക് ആലിമീങ്ങളല്ലേ, അവരല്ലേ ദീനിന്റെ വെളിച്ചം, അവരല്ലേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നവർ. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇരിക്കട്ടെ, ഞാൻ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. ആ സമയത്തുണ്ട് സ്വാലിഹായ ഒരു മനുഷ്യൻ.
അല്ല, അത് പിന്നെ ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, ഇത് കേൾക്ക് ഫസ്റ്റ്. ഇത് ഇബ്രാഹിം പള്ളിയിലുള്ള വിഷയം പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഭാഗം, അതിന്റെ ഫസ്റ്റ് ഭാഗം ഇങ്ങനെ. അതായത് ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, ഭയങ്കര ഇബാദത്തുള്ള, നല്ല തഖ്വയുള്ള, അള്ളാഹിനെ നല്ലോണം പേടിയുള്ള ഒരു മനുഷ്യൻ, വിത്ത് അതോടുകൂടി നല്ലോണം പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. തോട്ടത്തിന്റെ പണിയെടുക്കും, തെങ്ങിന്റെ വളപ്പ് കളക്കും, ഏത് ജോലിയും അയാൾ ചെയ്യും. കഠിനാധ്വാനിയാണ്, നല്ല ജോലിക്കാരനാണ്, അതോടൊപ്പം നല്ല മൂമിനാണ്. ആ മനുഷ്യനുണ്ട് ഒരു ദിവസം തെങ്ങിന്റെ തോപ്പെല്ലാം കളിച്ച്, തേങ്ങെല്ലാം എടുത്ത്, പണിയെല്ലാം എടുത്ത്, എല്ലാം കഴിഞ്ഞ് ഫ്രഷായി റെഡിയായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഇയാൾ ഒരു അത്ഭുതം കണ്ട്, ഒരു ആശ്ചര്യഘട്ടന. അതായത് റോഡ് സൈഡിലുണ്ട് ചെറുകൊടിഞ്ഞ ഒരു കാക്ക ചെല്ലെങ്കിൽ അമ്മേന്റെ മക്കളല്ല, നിങ്ങൾ എന്താ പറയാ, കാക്ക കാക്ക അല്ലേ? നിങ്ങൾ അങ്ങനല്ലേ ചെയ്യുന്നേ? 6 നാട്ടിൽ 100 ഭാഷ അല്ല, അതാണ് വലിയ പേടിയാണ് ഇവിടെ. നിങ്ങൾ എന്തൊരു ചൊല്ലോ നിങ്ങളെ ഭാഷ ഏത്? ഈ റായത്തങ്ങളെ ഭാഷ ഏത്? നഗ്നിക്ക. അത് കണക്ക് നിങ്ങൾ ഇയാൾ ഉസ്താദിനെ പോലെ നമുക്ക് വരുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഒപ്പിക്കും അത്ര. ഏതുപാട്ട് ആ കാക്ക അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ബീൻ തിന്തൂല, അതിന്റെ റെങ്ക പൊളിഞ്ഞ ഒരു കാക്ക അവിടെ ബൂൺ തിന്ത്. ഇയാൾ പള്ളിക്ക് പറയുമ്പോ ഈ റെങ്ക പൊളിഞ്ഞ കാക്ക ഉണ്ടല്ലേ, ആ റെങ്ക പൊളിഞ്ഞ കാക്കക്ക് 2 രംഗ ഉള്ള ഒരു കാക്ക ഓടുന്ന ഒരു ജാഗന്ന് ചെറിയൊരു റൊട്ടിന്റെ കണ്ടമ, മീനിന്റെ കണ്ടമ ബായില് കൊക്കിൽ കടിച്ചോണ്ട് വന്നിട്ട് ഇതിന്റെ ബായി കിട്ടുകൊണ്ട് കൊടുത്തോണ്ടുണ്ട്. ഇത് ഇയാൾ കണ്ടിട്ടാകുമ്പോ ഇയാൾ വിചാരിച്ചു, മാഷാ അല്ലാഹ്, കയ്യും കാളും രംഗന്തും ഇല്ലാത്ത ഈ ജീവിക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്ന സ്റ്റൈല് കണ്ട. എല്ലാത്തിനും അല്ലേ അല്ല കൊടുക്കുന്നത്? കണ്ട അല്ലാഹു പട്ടിണിയാക്കിയ, അതിനല്ലാഹു മയ്യത്താക്കിയ ഇല്ല, അതിനെ പറക്കാനാവതില്ല, അതിന് ചലിക്കാൻ ചലനശേഷിയില്ല, ആരോഗ്യമില്ല, ചിറകൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആ കാക്ക പട്ടിണിയായിട്ടില്ല. അത് കഥാ വേറെ കാക്ക ചോടുന്നിട്ട് ഭക്ഷണം കൊടുത്തോണ്ടുണ്ടോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് പണിക്ക് പോകണം? നക്കു വല്ല ചോറ് തരുമല്ലേ, ഞാനെന്നെ കഷ്ടപ്പെട്ടിട്ട് തെങ്ങിന്റെ പുറത്ത് കിടക്കണമെന്നില്ല, റബ്ബറിന്റെ ടാപ്പ് പണിക്ക് പോകണമെന്നില്ല, ഞാനെന്റെ ബസ്സിലെ കണ്ടക്ടർ പണിക്ക് പോകണമെന്നില്ല, ഫ്രൂട്ട്സ് കച്ചവടാക്കണമെന്നില്ല. നന്റെ റബ്ബ് നന്റെ ബായി ഓപ്പണാക്കിറാം, നക്കു ചോറ് തരാണ്ടിക്കല്ല. ഞാൻ നല്ലോണം അല്ലാഹ് ഇബാദത്ത് എടുത്തോണ്ടുള്ള, ഞാൻ നല്ലോണം അല്ലാഹ് വഴിപ്പെട്ടുള്ള, നന്റെ റബ്ബ് നന്റെ മണ്ണയാക്കല, പട്ടിണിയാക്കല. ഇനി മുതൽ ഞാൻ പണിക്ക് പോകുന്നില്ല, സ്വർഗ്ഗക്ക് പോകണ്ടില്ല എന്നാലും തീരുമാനിച്ച്. ഈ കാക്കച്ചിനുള്ള മണ്ണയാക്കിയിട്ടില്ലല്ലേ, പിന്നെ നണ്ടല്ല മണ്ണയാക്കുക. നിങ്ങൾക്ക് തലാട്ടണോ? നിങ്ങൾ നണ്ടൊട്ടിക്കുമ്പോ വേണോ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവതീറാ. അപ്പൊ നന്റെ അള്ളവും പട്ടിണിയാക്കാല, നക്കല്ല ചോറ് തരും. അപ്പൊ ഇനി ഇങ്ങനെ എന്താക്കണ്ട, ഇത് ഞങ്ങളെ ഗൾഫിലുള്ള പാടാ. നാണ് നിസ്കാരം നിലപാടെല്ലാം ഉണ്ടല്ലേ, നക്ക് ബദരീങ്ങാവൂരെല്ലാം ഉണ്ടല്ലേ, ചിലട്ട് പണിക്ക് വേണ്ടിക്കണ്ടാവും. ഇത് കേൾക്കണോ? അങ്ങ് കേൾക്കണോ? നക്കല്ല തരുമല്ലേ? അല്ല തറു, ഞങ്ങളുടെ തുറന്ന് കേക്ക്. ഇതാ ഇവിടെ ഇയാളല്ല ഇനി മുതലല്ല കേസിലാക്കി, ബട്ടിയും കൊട്ടും പിക്കാസെല്ലാം വേണ്ടി സൈഡിൽ വെച്ച്. കൊട്ടിന്റെ കണമേ ഊരി അയാൾ. അത് അതിൽ കിട്ടലുണ്ടെങ്കിലേ നാളെ എടുത്തോണ്ട് കൊണ്ടോ. ഊരിറ്റാ വെച്ച കറകാലില്ലല്ലേ, അയാൾ ഊരിറ്റാ വെച്ചവിടെ വെച്ചിട്ട് പള്ളിക്ക് പോയിട്ടാ അവിടെ ആരുണ്ടോ? ചിലർ ആര് എന്ന് പറഞ്ഞാൽ ചെന്നോ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു റഈസു സാഹിബീൻ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അബവാണോ റബ്ബൽ മകനിൽ ജവാബ് ലേള ഹരുമക്കാനിയേ നാം കാണും തീയാമന്നാളെ. ഇല്ലേ ആ പാട്ടെല്ലാം ഫുള്ളായി പാടേണ്ടതാണ്, സമയമില്ല ഇവിടെ. കേൾക്കേണ്ട ചരിത്രമാണത്. ആ ചരിത്രമാണ് നമുക്ക് പാഠം. അള്ളാഹു പണ്ണിയല്ല, ഖുർആനിലെ ഒരുപാട് മഹാന്മാര് ചരിത്രം പറഞ്ഞതിനെ ഞങ്ങൾക്ക് കോപ്പിയാക്കാനാണ്, ഞങ്ങൾ അതിനെ ഫോളോ ചെയ്യാനാണ്, ഞങ്ങൾ അതിനെ മാതിരിയാക്കാനാണ്. ഇരിക്കട്ടെ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. അവിടേക്കാണ് ഇയാൾ ചെല്ലുന്നത്. ചെന്നിട്ട് അയാൾ ഒന്നെടുത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാകുമ്പോ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചോദിച്ചു അയാളോട്, അല്ല തടിക്കല്ല റാഹത്തല്ല, കൈകാൽക്കല്ല ആഫിയത്തല്ല. അപ്പൊ ഇയാൾ ചൊന്തു അൽഹംദുലില്ലാ റാഹത്ത്. പാടെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കേട്ടോ, ചോദിച്ചു, അല്ല ഇപ്പൊ സ്വതന്ത്രോ പണ്ടത്തെ പോലെ ഇപ്പൊ നിങ്ങക്ക് പണിയെന്ത് എന്ന് കേട്ടിട്ടാകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തറിഞ്ഞ, ഇല്ല ഞാൻ പണിക്ക് പോന്നില്ല, ഞാൻ പണിയല്ല നിപ്പാട്ടിര, നാളെ ഞാൻ പണിക്ക് പോകണ്ടില്ല, ഞാനൊരു ജോലിക്കൊന്നും പോകുന്നില്ല, എന്റെ റബ്ബ് എന്നെ പട്ടിണിയാക്കാല, എന്റെ റബ്ബ് എനിക്കെല്ലാം തുറന്നു തരോ, ഞാനൊരു പണിക്ക് പോകുന്നില്ല. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കേട്ട്, ക്യാ ഹേ എന്തത് അങ്ങനെ, എന്താ പണിക്ക് പോകുന്നില്ല? എന്ത് നിങ്ങൾ വെച്ചെടുപ്പില്ലാണ്ട് പണിക്ക് പോയി ഒരു പുല്ലെടുക്ക് പറയാറെന്ന് കേട്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനൊരു പോയിന്റ് കയ്യിൽ മുന്നേ ബിസി, അങ്ങനത്തെ ആൾ പണിക്ക് പോകുന്നില്ല ചൊല്ലെങ്കിൽ എന്ത് കഥ? അപ്പൊ ആൾ ഈ സ്റ്റോറി ചൊല്ലി, ഏത് അത് ഞാൻ പണിക്ക് പോകുന്നില്ല എന്റെ തീർമാനാക്കി എന്തോ വന്നുണ്ടാ. ഞാനതിലിങ്ങനെ വരുമ്പോക്ക് റെങ്ക പൊളിഞ്ഞൊരു കാക്കച്ച് റോഡ് സൈഡിൽ പോയിട്ടുണ്ട്. അതിലേക്ക് ഒരു നല്ലൊരു കാക്കച്ച് കൊണ്ടിട്ട് എല്ലാം കൊടുത്തോണ്ടുണ്ട്. അതിന് പട്ടിണി അറിയാല, അതവിടെ ചാവും വീണിട്ടൊന്നും ഇല്ല, നല്ല ഹാപ്പി ആയിട്ട് ചന്തത്തിൽ പോയിക്കൊണ്ടുണ്ടു. പിന്നെ എന്റെ റബ്ബ് എന്നെ പണിയാക്കുക, പട്ടിണിയാക്കുക, പിന്നെ ഞാനൊരു പണിക്ക് പോകണോ?
അപ്പൊ ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തറിയാം? മോതിരം ഊരിക്കൊടുത്ത ഉമ്മ കേക്ക്, പൊന്നുപങ്ങളെ കേക്ക്. അള്ളാന്റെ പള്ളിക്കും മദ്രസക്കും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കും അള്ളാന്റെ ദീനിനും സമുദായത്തിനും നല്ലോണം കൊടുക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന നിങ്ങളെ പോലെയുള്ളവർ കേട്ടോ. ഇബ്രാഹിം നദം തങ്ങൾ പറഞ്ഞെന്തറിയോ? പൊന്നുമോനോ, അല്ല തരും തരാതിരിക്കല, അള്ളാഹ്ക്ക് തരണമെങ്കിൽ നീ പണി തന്നെ എടുത്തിട്ട് പോകണമെന്നില്ല. എന്നാ പണിയെടുക്കാതെ തിന്നുകൊണ്ടുള്ള റങ്ക പൊളിഞ്ഞ കാക്കച്ചിനെക്കാളും നല്ലത് പണിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന കാക്കച്ചിയല്ലേ? അതല്ലേ നല്ല ഹൈറായത്? പണിയെടുത്തിട്ട് മറ്റുള്ളവന് കൊടുക്കാനുള്ള കയ്യേതുമില്ല. നീ റങ്ക പൊളിഞ്ഞ കാക്കച്ചിയാവണ്ട. നീ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് പണിയെടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടി ഗുണം കിട്ടുന്ന, ഗുണം ലഭിക്കുന്ന, ഉപകാരം ചെയ്യുന്ന കാക്കയായിക്കോ. നീ അതിനെ മാത്രം നോക്കണ്ട, പാർന്നനെയും കൂടി നോക്ക്. ഞമ്മ ഈനെ മാത്രം നോക്കുന്നു. എന്നല്ല പട്ടിണി ആക്കുക, ഈനെ പട്ടിണി ആക്കിയിട്ടില്ലല്ലേ? നിങ്ങൾക്ക് അല്ല തെരഞ്ഞെത്തിക്കെട്ട്, നിങ്ങൾക്ക് അല്ല തെരഞ്ഞെത്തിക്കെട്ട്, ഞാൻ മെയ്ക്കൊണ്ടേ ഇരിക്കുന്നേ. അങ്ങനല്ല, പാർന്ന കാക്കച്ചിനെ പോലെ ദ്വാരക്ക എനക്ക് കൊടുക്കുന്ന ഇനിയും അല്ല എത്തിക്കെട്ട്. അതല്ലേ ആ കാക്കച്ചിന്റെ പാഠം? നമുക്ക് കൊടുക്കാൻ പേര് താല്പര്യമില്ലല്ലോ. ചില ആൾക്കാർ കേട്ടിൽ ബോർഡ് വരെ വെച്ചിന് നായി ഇതേ എച്ചരിക്കുന്നു. കൂടെ പണ്ട് ഐസറ്റിലുണ്ട് ഇല്ലല്ലേ? ഞാൻ കണ്ടു, ഞാൻ പുറത്ത് നായി ഇതേ എച്ചരിക്കുന്നു. നായി എല്ലായിടത്തും ഉണ്ട്. നായി അവന്റെ പേരിൽ മാത്രമല്ല പുറത്തുമില്ലേ? പിന്നെ ബോർഡ് വെച്ചിന് ആരും വരണ്ടാണ്. ഇത് കേട്ടോണ്ട് ആരും വന്നിട്ടുണ്ടാ? നായുണ്ടോ? നായ ആ നായനെക്കാളും വലിയ നായാണോ ഈ ബോർഡിൽ വെച്ചോ? നായി ചത്തിട്ട് 3 ആണ്ടായി, ഈ നായി ഇപ്പോഴും അതിനുള്ളിൽ ബാക്കി. നിങ്ങൾ ചിരിക്കുന്നതാണ് പറഞ്ഞത്, നല്ല ഡൗട്ട് ഉണ്ട്. ഇവിടെ ബോർഡ് ഉണ്ടാകുന്ന കണ്ട കണ്ട പോലെ അങ്ങനല്ല. ആ നിലക്കല്ല വേണ്ടത്. എപ്പോഴും അള്ളാഹു തആല തന്നത് അള്ളാഹിന്റെ പഠിക്കും. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനല്ലേ? നിങ്ങളത് കൊടുക്കുന്നല്ല അല്ല പറഞ്ഞ, നിങ്ങളത് കൊടുക്കുന്നല്ല. നിങ്ങൾ കൊടുക്കണോ? നിങ്ങൾ നല്ലോണം കൊടുക്കണോ? പാവപ്പെട്ടവർക്ക്, അനാഥകൾക്ക്, യതീമീങ്ങൾക്ക്, അഗതികൾക്ക്, വിധവകൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, പള്ളികൾക്ക്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇത് റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്, ഇത് ബദരീങ്ങളുടെ മജ്ലിസാണ്. ബദരീങ്ങൾ എന്ന് പറയുമ്പോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന തങ്ങളും മറ്റു പ്രവാചകന്മാരും കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാരാണ്, ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹത്തുക്കളാണ്, പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന വലിയാക്കളാണ് ബദരീങ്ങളാ. അവരെ പോലെ ലോകത്ത് വേറൊരു കൂട്ടരില്ല. ആ ബദരീങ്ങളെ പേരിലുള്ളതാണ് മജ്ലിസുന്നൂർ. ആ മഹാന്മാരെ പറഞ്ഞിട്ട്, ആ മഹാന്മാരെ പേരോതിയിട്ട്, ആ മഹാന്മാരിലേക്ക് ഫാത്തിഹ ഓതിയിട്ട്, ആ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി ദുആറിന്നിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് മജ്ലിസുന്നൂർ. അല്ലേ? ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വാദി, നവീനവാദിയാ, പുത്തനവാദിയാ, എന്തോ ഒരു മൂളവാദിയാ, ഏതോ ഒരു വാദി ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ മജ്ലിസുന്നാർ നല്ല പേർ, മജ്ലിസുന്നൂർ നല്ല പേർ വെക്കണായേ. മജ്ലിസുന്നാർ എന്ന് വെക്കണോ? നരകത്തിന്റെ മജ്ലിസ്. എങ്ങനുണ്ടോ അവന്റെ ഈമാന്? അള്ളാഹു ഞങ്ങളെ ഈമാന് സലാമത്താക്കട്ടെ. അവനതിനുള്ള ബാക്കിയല്ല വിട്. അവർക്ക് എന്തും വേണ്ട. അവർക്ക് മജ്ലിസുന്നൂർ മാത്രമല്ല, അവർക്ക് ഒരു മജ്ലിസും വേണ്ട. അവർ ചെന്ന മാത്രം ഇത് വേണ്ട, അവർക്ക് എന്തും വേണ്ട. അവർ ഇങ്ങോട്ട് ചെന്നു ചിലപ്പോൾ എന്തെന്ന്, നിങ്ങൾ ബദരീങ്ങളെ മാത്രം എന്താ വിളിക്കുന്നത്? നിങ്ങൾ ഊദിങ്ങളെ എന്താ വിളിക്കുന്നില്ല? നിങ്ങൾ ഹൈബറിൽ മരിച്ചവരെന്താ വിളിക്കുന്നില്ല? നിങ്ങൾ ബദരീങ്ങളെ മാത്രം എന്താ വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾ കേൾക്കണം എന്താ പറഞ്ഞാൽ, ശരി, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നാളെ താരീഖ് എത്ര? 13. നാളെ 13 പിന്നെ ഞങ്ങൾ ഉഹുദീങ്ങളെയും വിളിക്കുന്ന ആവാന്ന് കേട്ടെങ്കിൽ പിന്നെ ബദരീങ്ങളെ വിളിക്കുന്നത് കേട്ടെന്ത്? പിന്നെ ആ ചോദ്യമേ തപ്പല്ലേ? പിന്നെ ഞങ്ങളെ മാത്രം വിളിക്കുന്നത്, ഞങ്ങളെ മാത്രം വിളിക്കുന്നത് ആയപ്പ ഞങ്ങളെ മാത്രമല്ലേ നിങ്ങളെ വിളിക്കുക എന്റെ? പിന്നെ നീ കേട്ടത് അങ്കെല്ലാം റമദാൻ വരും. നീ നോക്കി ബറാത്ത് വന്നിട്ടാകുമ്പോ ബറാത്തേ ഇല്ല, യാസീനും ഇല്ല, 3 ഇല്ല, നോമ്പില്ല, റജബില് മിറാജില്ല, നോമ്പില്ല, എന്തുമില്ല. ഇനി റമദാനിൽ ചില സമാധാനം ഉണ്ടാ, തറാവിയ ഇല്ല. പോ അങ്ങനെ ഈ സമുദായത്തിന്റെ, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പാർട്ടി പങ്കട പറയുന്നതല്ല, ഞാനൊരു കൂട്ടരെ അവഹേളിക്കുന്നതല്ല, പരീക്ഷിക്കുന്നതല്ല. ഇന്നത്തെ ജനറേഷന്റെ ഈമാന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എല്ലാ കളിയും കളിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല ഈമാൻദാരികളായ നേതാരന്മാരെ, ഹിരിയന്മാര്, ഇവരെ പോലെയുള്ള അലിമീങ്ങളെയൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാകുമ്പോ നിങ്ങളെ പോലെയുള്ള നല്ലവരായ ചെറുപ്പക്കാരെ, ബാല്യക്കാരെ, ന്യൂ ജനറേഷനെയാണ് അവർ കയ്യിലാക്കുന്നത്. ജാഗ്രത.
അതിലും നല്ലതുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാന്ന് കണ്ട. കാരണം അത് ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല, ഞാൻ അവരെ പരിഹസിക്കുകയല്ല, തമാശയാക്കുകയല്ല, ഞാൻ ആരെയും ചെറുതാക്കുകയല്ല. അവരെ കൊണ്ട് ചില ആൾക്കാർ ഈ ഉമ്മത്തിന്റെ ഇതിനെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഉമ്മത്തിന്റെ നിസ്കാരം പിടക്കാവുന്നു, ഈ ഉമ്മത്തിന്റെ നോമ്പ് പിടക്കാവുന്നു. ഇതുപോലെയുള്ള ആത്മീയ മജ്‌ലിസുകള് ഞങ്ങളെ ഈമാന് വർദ്ധിക്കാനുള്ള, ഞങ്ങളെ ദുനിയാവും ആഖിറവും സന്തോഷിപ്പിക്കാനുള്ള, ഞങ്ങൾക്ക് റാഹത്തും സമാധാനവും നൽകാനുള്ള മജ്‌ലിസുൻ നൂർ പോലെയുള്ള മജ്‌ലിസുകള്, സലാത്തിന്റെ മജ്‌ലിസുകള്, ദിക്ർ ഹൽക്കയുടെ മജ്‌ലിസുകള്, അതൊക്കെയും അവർ പരിഹസിക്കുമ്പോ, തമാശയാക്കിയിട്ട് തള്ളുമ്പോ അത് ബിദ്അത്താണ്, ഖുറാഫാത്താണ്, ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിന്റെ ഇടയിൽ വിഷത്തിന്റെ ബീജം മുളപ്പിക്കാൻ വരുമ്പോ ഈ ഉമ്മത്ത് നല്ല ജാഗ്രത വേണം. അത് മജ്‌ലിസുൻ നാറല്ല, അത് ബർക്കത്തിന്റെ മജ്‌ലിസാണ്, അത് പ്രകാശത്തിന്റെ മജ്‌ലിസാണ്, അത് ഈമാനിന്റെ മജ്‌ലിസാണ്, അത് ബദരീങ്ങളാണ്. അല്ലാഹു തആല അവന്റെ ദീനിനെ കാക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത മനുഷ്യന്മാരാണ്. അല്ലാഹു അവന്റെ ദീനിനെ കാക്കാൻ വേണ്ടിയിട്ട് കാവലുകാരായി ആ 313 ബദരീങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഈ ലോകത്തെ കാക്കാനുള്ള കഴിവും കൊടുക്കും കേട്ടോ. ഈ ഉമ്മത്തിനെ കാക്കാനുള്ള കഴിവും ഞങ്ങളെ കാക്കാനുള്ള കഴിവും അല്ലാഹു അവർക്ക് കൊടുക്കും കേട്ടോ. കാരണം അവർ ദീനിനെ കാത്ത മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെയാ ആ നല്ല മഹാന്മാരെ മുൻനിർത്തിയിട്ട് ഞാനും നിങ്ങളും അല്ലാഹുവോട് തേടുന്നത്. മറ്റുള്ള ദീനമാടങ്ങളും ബദരീങ്ങളെ വറാകത്തിനാൽ യമൈകാക്കണം യാ റബ്ബനാ. പഠിച്ചവനെ, എണ്ണിയാൽ തീരാത്ത ദണ്ഡങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, മറ്റു മാറാവ്യാധികളുണ്ട്. റഹ്മാനായ അല്ലാഹ്, ഞാൻ നിന്നോട് ദുആരക്കുന്നു. അല്ലാഹ്, നല്ലവരായ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ശിഫയാക്കണമല്ലോ എന്നെങ്ങാനും ദുആരെന്ന് പോയാൽ, അങ്ങനെ ദുആരക്കുന്ന മജ്‌ലിസിൽ ഞാനും നിങ്ങളും ഹാളറായിട്ട് ആമീൻ പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും വജബൽ ഇജാബ, അവിടെ ദുആക്കുത്തരമുണ്ട്. കാരണം അത് ഇജാബത്തിന്റെ മജ്‌ലിസാണ്, അത് പ്രകാശത്തിന്റെ മജ്‌ലിസാണ്, അത് അല്ലാഹുവിന്റെ മഹാന്മാരായ ബദരീങ്ങളുടെ മജ്‌ലിസാണ്. ഞാൻ നീട്ടുന്നില്ല. മഹാനരായ ആത്തിപ്പറ്റ ഉസ്താദ് പത്രത്തിൽ വിത്ത് ഫോട്ടോ അടക്കം ന്യൂസ് വന്നിന്. വിത്ത് ഫോട്ടോ, വിത്ത് ഇമേജ്, പേപ്പറില് ഫോട്ടോ അടക്കം ന്യൂസ് വന്ന്. എന്നൊന്നുണ്ടാ 8-9 വർഷത്തിലേറെയായി 2 കണ്ണിന് കാഴ്ചയില്ലാത്ത അബ്ബാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ഇപ്പോഴും ഹയാത്തിലുണ്ടോ? അയാൾ ഫോൺ നമ്പർ ഉണ്ടോ? അയാൾ ഇപ്പോഴും ഹയാത്തിലുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വിളിച്ചിട്ട് കൺഫേം ആക്കാം. 8-9 വർഷം അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല. അയാൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. എല്ലാ നേത്രതജ്ഞന്മാരെ, എല്ലാ സ്പെഷ്യലിസ്റ്റുമാരെ, എല്ലാ ഹോസ്പിറ്റലിലേക്കും പോയി. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇനി മരുന്നെടുക്കണ്ട, ഇനിത് മരുന്നില്ല, നിങ്ങളെ കണ്ണ് ശരിയാവുന്നു തോന്നുന്നില്ല, സർജറി ഒന്നും ഇത് നടക്കാല്ല, ഫലമില്ല. കാരണം നിങ്ങളെ 2 കണ്ണും ഡെഡാണ്, 2ന്റെയും കൃഷ്ണമണി പോയിന്, അത് ചത്തിന്, നിങ്ങളെ കണ്ണ് ശരിയാവുകയല്ല. മരുന്ന് കഴിച്ച് നിങ്ങൾ ഇതാക്കണ്ട, പിന്നെ പ്രാർത്ഥിച്ചോളി. അയാൾ എന്തൊക്കെ അറിഞ്ഞ ഇതേപോലെ നിങ്ങൾ ഈ കുതുളൂർ, ഞങ്ങൾ ഈ കുതുളൂർ എന്ന നല്ല നാട്ടിൽ നടക്കുന്ന പോലെയുള്ള ഒരു നാട്ടില്, ഇതുപോലത്തെ ഒരു നാട്ടില് ഒരു മജ്‌ലിസുൻ നൂർ നടക്കുകയാണ്. മഹാനരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ഇജാസത്ത് പോലെ എങ്ങനെയോ ചെല്ലിയതല്ല. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അവിടുത്തെ ബാപ്പയിൽ നിന്നിട്ടാണ് മജ്‌ലിസുൻ നൂർ ചെല്ലാൻ ഇജാസത്ത് കിട്ടിയത്. പൂക്കോയത്തങ്ങളിൽ നിന്ന്. പൂക്കോയത്തങ്ങൾ ആരാണ് മഹാൻ? അവർക്ക് അവരെ വാപ്പയിൽ നിന്ന് അങ്ങനെ പോയിട്ട് പിന്നെ അത് ഇടക്കെത്തുന്നത് ഇലാ ഹളറത്ത് റസൂലില്ല. അതാ മുറ പോലെ കിട്ടിയൊരു ദിക്റിന്റെ മജ്‌ലിസാണത്. ആ മജ്‌ലിസാണ് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങള് ഈ ഉമ്മത്തിന് സമ്മാനമായി ഇജാസത്തായി ചെല്ലാൻ വേണ്ടി കേൾപ്പിക്കുന്നത്. സത്യം പറഞ്ഞ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെന്നതിന് മുന്നേ, ഞങ്ങളോട് ചെല്ലാൻ വേണ്ടി പറയുന്നതിന് മുന്നേ, ഞങ്ങളോട് ചെല്ലാൻ വേണ്ടി ആഹ്വാനം നടത്തുന്നതിന് മുന്നേ മജ്‌ലിസുൻ നൂറില്ലേ? പണ്ടേ ഇല്ലേ? നിങ്ങന്റെ തലാട്ടുന്നില്ല ഇല്ലേ? 7 കിതാബിലുണ്ടോ? എല്ലായിടത്തും ഉണ്ടോ? മാത്രമാ ഇത്ര ജനകീയമായിട്ട്, സാർവജനികമായിട്ട്, വ്യാപകമായിട്ട് മജ്‌ലിസുൻ നൂർ പറയുന്ന ഏർപ്പാടില്ല. എന്താ? ആരെങ്കിലും ഒരു ബൈസത്തിയായ പെണ്ണുങ്ങ അല്ലെങ്കിൽ ഒരു ബൈസത്തിയായ ബോബ മോന്തി നിർത്തിത്തല്ല മൂളിയങ്ങായി ദാഹമൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും. എപ്പം ഒരാൾ മൂളിയെങ്കിലും എത്രമേ
പക്ഷേ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന സമസ്ത കേരള ജമിയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ മഹാനരായ ഉപാധ്യക്ഷൻ, ഒരു ഉറുമ്പിനെ പോലും ചവിട്ടാതെ നടന്ന മഹാൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന ഈ ഉമ്മത്തിന്റെ ആട്ടുപൂതങ്ങള് ഈ ലോകത്തോട് പറഞ്ഞു, കൊറോണക്ക് പിന്നെ നിങ്ങൾ മജ്‌ലിസുന്നൂർ ചൊല്ലിക്കോളി, പ്രയാസങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ തീരും, കടങ്ങൾ വേടൂ, മാരകമായ രോഗങ്ങൾ തൊട്ടല്ല കാക്കൂ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ തൊട്ടല്ല സലാമത്താക്കൂ, മക്കളെ കാര്യങ്ങളെല്ലാം അല്ലാഹ് റാഹത്താക്കൂ, നിങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹ് നീക്കിത്തരൂ, നിങ്ങൾ ചൊല്ലിക്കോളൂ. ഈ ഉമ്മത്തിന്, ഈ ലോകത്തിന് അല്ലാഹുവിനെ മഹാനർ ചെല്ലാൻ വേണ്ടിയിട്ട് ഇജാസത്ത് തന്നത് പ്രകാപ്പില് പിന്നെയാണ്. ഇത് വ്യാപകമാണ്. കണ്ട, മഹാനരുടെ നാവിന്റെ ഒരു കറാമത്തല്ലേ അത്. അതുവരേക്കും അത്ര കണ്ട് വ്യാപകമല്ലാത്ത മജ്‌ലിസുന്നൂർ, ഇപ്പൊ മജ്‌ലിസുന്നൂർ ഇല്ലാത്ത പള്ളിയുണ്ടാ? മജ്‌ലിസുന്നൂർ ഇല്ലാത്ത നാടുണ്ടാ? മജ്‌ലിസുന്നൂർ അറിയാത്ത കിടാക്കളുണ്ടാ? അതാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കറാമത്ത്. ഒന്ന് ബദരീങ്ങളുടെ കറാമത്ത്, പിന്നെ ഒന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന മഹാന്റെയും കറാമത്ത്. അതാണ് ആ നാവ് പൊന്നായത്. ഇരിക്കട്ടെ, ഈ അബ്ബാസി എന്ന് പറയുന്ന രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന്റെ കണ്ണിന് മരുന്നെല്ലാം എടുത്ത് എന്തോ ഒരു ഗുണമില്ല, എന്തും ഇല്ല. അവസാനം ഇയാൾ എന്തൊക്കെ അറിഞ്ഞ, അയാളെ നാട്ടിൽ നടക്കുന്ന മജ്‌ലിസുന്നൂർ, അയാളെ നാട്ടിലോ പരിസരത്തോ, എന്റെ ഗാലറിയിലും ഉണ്ട് ആ ഫോട്ടോ, അതിന്റെ പത്രത്തിന്റെ കട്ടിങ്. ഇപ്പൊ തേടെങ്കിൽ കിട്ടിക്കൊള്ളൊന്നുമില്ല. കാക്കുമ്പോ ബസ് വരുന്നില്ല, ചെന്ന് കേട്ടില്ലേ? ഞമ്മ നടക്കുമ്പോ ഇഷ്ടം പോലെ പോകുന്നു, മൈസൂർ, ബാംഗ്ലൂർ, ഗുവാഹട്ടി, ഗുജറാത്ത് എല്ലാം പോകുന്നു. ആ ഫോൺ ചെട്ടി പോയിട്ട് ബസ് കാക്കില്ല, ഒറ്റ ബസ് വരില്ല എന്ന പോലെ. അല്ലാത്തപ്പോ നോക്കിയപ്പോ എന്നെ കാണുന്നത് ഇപ്പൊ തേടുമ്പോ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കേട്ടോളി. ഈ അബ്ബാസ് എന്ന് പറഞ്ഞ ആള് തന്റെ നാട്ടിൽ നടക്കുന്ന മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിന് മറ്റുള്ളവരുടെ കൈയും പിടിച്ചിട്ട് പോയി. രണ്ടാൾ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകണം, പരസായമില്ലാണ്ട് നടക്കാനാകുന്നില്ല. അയാൾക്ക് എന്തും കാണുന്നില്ല. ഒരാൾക്ക് ഒരു കൈ ഇല്ലെങ്കിൽ പിന്നെ ഒരു കൈ കൊണ്ട് എന്തും ചെയ്യാം.